സച്ചി സച്ചി രേവതിയോട് പറയുന്നുണ്ടായിരുന്നല്ലോ, തനിക്ക് യാതൊരു അവകാശവും ഇല്ല, എന്നെ ദേഷ്യം പിടിപ്പിക്കാനോ എന്റെ മുമ്പിൽ ഒച്ചെടുക്കാനോ തനിക്കൊരു അവകാശമില്ലെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അവൾക്ക് ഒരുപാട് സങ്കടമാകുന്നുണ്ട്. രേവതി പറയാണ്, അങ്ങനെ ഒരു അവകാശമില്ലാത്ത ഞാന് ഈ വീട്ടില് കടിച്ചു തൂങ്ങി നിൽക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാണ് എന്ന് പറയുമ്പോഴേക്കും സച്ചി ദേഷ്യപ്പെട്ട് പറയാണ്, എന്നാൽ ഇറങ്ങി പോടി, നീ പോയാൽ എനിക്കിവിടെ ഒന്നുമില്ല, എന്റെ അച്ഛൻ വഴക്ക് പറലെന്നോർത്ത് മാത്ര ഞാനിവിടെ നിന്നെ പിടിച്ചു നിർത്തുന്നത്, അല്ലെങ്കിൽ എനിക്ക് നിന്നോട് യാതൊരു താല്പര്യവും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും രേവതിക്ക് ഒരുപാട് സങ്കടമാകുന്നുണ്ട്. സച്ചി പറയാണ്, നീ എങ്ങാണ് ഇറങ്ങിപ്പോയാൽ എന്റെ അച്ഛൻ അപ്പ പറയും നിന്നെ പോയി വിളിച്ചോണ്ട് വരാൻ, അതിന്റെ പുറകെ ഞാൻ വന്ന് വിളിച്ചോണ്ട് വരേണ്ടി വരും, കാരണം എന്റെ അച്ഛന്റെ വാക്ക് ഇന്നേ വരെ തട്ടിയിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ, അല്ലെങ്കിൽ എപ്പോഴേ നിന്നെ പണ്ടേ ഇവിടുന്ന് പറഞ്ഞിട്ടേനെ എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ രേവതി പറയാണ്, ഓഹോ, അപ്പൊ എന്റെ അച്ഛന് വേണ്ടിയിട്ടാണല്ലേ എന്നെ ക്ഷമിക്കുന്നത്, എന്നോട് നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, അല്ലാതെ എന്നോട് യാതൊരു സ്നേഹമില്ലല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവ തമ്മിലുള്ള വഴക്കൊക്കെ രാജേന്ദ്രൻ അറിയുന്നുണ്ട്. രാജേന്ദ്രൻ അവളോട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മോളെ, എന്താ പ്രശ്നം, ഞാൻ ഇടപെടണമെന്ന് ചോദിക്കുമ്പോഴേക്കും അവൾ പറയാണ്, വേണ്ടച്ച, ഒരു പ്രശ്നവും ഇല്ല, അച്ഛൻ ഇടപെടേണ്ടതായിട്ട് ഒരു പ്രശ്നവും ഇല്ല, എല്ലാം അവസാനിച്ചു എന്ന് പറയുമ്പോൾ എല്ലാം അവസാനിച്ചോ, മോൾ എന്തൊക്കെയാ പറഞ്ഞേ എന്നൊക്കെ അച്ഛൻ ചോദിക്കാണ്. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഒരുപാട് നാളായി അച്ഛൻ ഞങ്ങളെ സഹായിക്കുന്നു, അച്ഛൻ മരിച്ചതിന് ശേഷം അച്ഛനായിരുന്നു ഞങ്ങൾക്ക് എല്ലാം, അതുകൊണ്ട് അച്ഛൻ വന്ന് ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് എന്റെ നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടാണല്ലോ അച്ഛന്റെ മരുമകളാക്കിയത്, അത് വലിയൊരു പുണ്യമായിട്ടാ ഞാൻ കരുതിയത്, എന്റെ നല്ലതിന് വേണ്ടിയിട്ടായിരുന്നു അച്ഛൻ ചെയ്തതെല്ലാം, പക്ഷേ അതൊന്നും എന്റെ നല്ലതിന് വേണ്ടിയിട്ടായിരുന്നില്ല, എല്ലാം എന്റെ ജീവിതം നശിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. സച്ചിയേട്ടന് എന്നോട് യാതൊരു താല്പര്യമോ യാതൊരു ഇഷ്ടവും ഇല്ല, അച്ഛനെ പേടിച്ചിട്ട് മാത്രമാ എന്നോട് ഇങ്ങനെ മിണ്ടുന്നത് പോലും, അല്ലാതെ ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല, എന്നെ ഇഷ്ടമില്ലാത്തവരുടെ കൂടെ അയാളുടെ വീട്ടിൽ കഴിയുന്നത് വല്ലാത്തൊരു അരോചകമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, എനിക്കും ആത്മാഭിമാനമൊക്കെ ഉള്ള പെൺകുട്ടി തന്നെയാ ഞാനും കഷ്ടപ്പെട്ട് തന്നെയാ ജീവിക്കുന്നത്, കഷ്ടപ്പെട്ട ഞാൻ എന്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത്, അതല്ലാതെ അങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടച്ചാന്നൊക്കെ പറയുമ്പോൾ രാജേന്ദ്രൻ പറഞ്ഞിട്ട്, മോളെ അങ്ങനെയൊന്നും പറയണ്ട, അവന്റെ സ്വഭാവം അങ്ങനെ, കുട്ടിക്കാലം തൊട്ടേ അവന്റെ സ്വഭാവത്തിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, ശരിക്കും സുധിയെ ഞാൻ നിനക്ക് ആലോചിച്ച് തന്നെ, അത്രയും നല്ല പഠിപ്പും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള പയ്യനല്ലായിരുന്നോ, പക്ഷെങ്കില് നിനക്ക് വിധിച്ച് സച്ചി ആയിരുന്നു എന്ന് പറയുമ്പോഴേക്കും സച്ചി ഇതും കാരണമാണ് ഇറങ്ങി വരുന്നത്. സച്ചിക്ക് ചെറിയൊരു വിഷമാകുന്നുണ്ട്. അപ്പൊ രാജേന്ദ്രൻ പറയാണ്, പക്ഷെ സുധിയെ പോലെയല്ല സച്ചി, അവന്റെ മനസ്സിന്റെ ഉള്ളിൻ്റെ വളരെ സ്നേഹമാണ്, വളരെ യാഥാർത്ഥ്യമുള്ള ആളാണ്, ആരുടെ മനസ്സ് വിഷമിച്ചാലും അവനെ സഹിക്കാൻ കഴിയില്ല, അത്രത്തോളം എന്റെ മകൻ പാവവാ, മോൾക്കത് മനസ്സിലാവുമെന്ന് പറയുമ്പോഴേക്കും രേവതി പറയാണ്, ഇല്ലച്ചാ, ഒരിക്കലും മനസ്സിലാവില്ല, സച്ചിയേട്ടൻ അത്രയ്ക്ക് സ്വഭാവമാണ്, എന്റെ ഈ ജീവിതം നശിക്കാൻ കാരണക്കാരൻ അച്ഛൻ ഒറ്റ ഒരുത്തനാ എന്റെ ജീവിതം ഇങ്ങനെ ആവാൻ കാരണമായത്, അല്ല മറ്റാരുമല്ല, അച്ഛൻ കാരണമാ എന്റെ ജീവിതം ഇങ്ങനെയായേ എന്ന് പറയുന്നത് കേട്ടോണ്ട് വന്ന് സച്ചി ആരുടെ അടി തർക്കുത്തരം പറഞ്ഞെന്ന് ചോദിച്ചിട്ട് രേവതിയെ അടിക്കാൻ വരുന്നുണ്ട്. രേവതിയെ നേരെ കൈയോങ്ങുന്ന സമയത്ത് രാജേന്ദ്രൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് സച്ചിയെ ഇങ്ങനെ മാറ്റിവിടുകയാണ്. അപ്പോഴേക്കും തന്റെ കണ്ണുനീരുകൾ തുടച്ചുകൊണ്ട് രേവതി പറയാണ്, ഇല്ല, നിർത്തി, ഈ വീട്ടിലുള്ള എന്റെ എല്ലാ സഹവാസവും ഞാൻ നിർത്തി, ഞാൻ പോവാ ഇവിടുന്ന്, ഇനി ആത്മാഭിമാനം നഷ്ടപ്പെട്ടവളായിട്ട് എനിക്കിവിടെ നിൽക്കാൻ സാധിക്കില്ല, എല്ലാവരും ആട്ടും തുപ്പം കേട്ട് കണ്ണീരൊലിപ്പിച്ച് നടക്കേണ്ടവളല്ലല്ലോ എനിക്ക് സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കാനൊക്കെ അറിയാം, ഞാൻ ഇവിടുന്ന് പോവാണച്ചാന്നും പറഞ്ഞിട്ട് രേവതി അവിടെ നിന്നും ഇറങ്ങിപ്പോന്നു. അപ്പോഴേക്കും രാജേന്ദ്രൻ സങ്കടത്തോടു കൂടിയിട്ട് രേവതി പോകുന്ന നോക്കി നിൽക്കാണ്. സച്ചിക്കാണെങ്കിലും ഒന്നും മിണ്ടാൻ പറ്റാതെ സച്ചിയും അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. രേവതിയാണെങ്കിൽ കരഞ്ഞ് ബുദ്ധിമുട്ടി അവളുടെ മുറിയിലേക്ക് പോവാണ്. അപ്പോഴേക്കും രാജേന്ദ്രൻ ചോദിക്കാണ്, എന്താ സച്ചി ഇതൊക്കെ, എന്തിനാ നിങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കുന്നത് ചോദിക്കുന്നുണ്ട്. അച്ഛാ, ഞാനൊന്നും പറഞ്ഞില്ല, താഴെ വെച്ചിട്ട് അവളെ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ കുടുങ്ങിപ്പോയെന്നൊക്കെ പറഞ്ഞില്ലേ, അതിന്റെ ദേഷ്യത്തിലായിരുന്നു അവള് ചോദിച്ചപ്പം ഞാനും എന്തൊക്കെയോ പറഞ്ഞു പോയി, അതാ കാരണമെന്ന് പറയാണ്. അങ്ങനെ സച്ചി നോക്കുമ്പോഴേക്കും രേവതി അവളുടെ ഡ്രസ്സുകളെല്ലാം എടുത്ത് ബാഗിൽ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സച്ചി പക്ഷേ ഒരക്ഷരം പോലും അവളോട് പറയുന്നില്ല കേട്ടോ. രാജേന്ദ്രൻ പറഞ്ഞിട്ടാണ് അവളെ പോയി അനുനയിപ്പിക്കാന്. പക്ഷെ റൂമിലേക്ക് വന്നതും അവളോട് അങ്ങനൊന്നും പറയാൻ സച്ചിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം അത് തന്റെ ആത്മാഭിമാനത്തിന് തന്നെ ഒരു ചോദ്യചിഹ്നമാവുന്നു കരുതിയിട്ട് സച്ചി ഒന്നും മിണ്ടാ നിൽക്കുകയാണ്. സച്ചി അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ രേവതിയാണെങ്കിലോ ബാഗും എടുത്തോണ്ട് നേരെ അവളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവൾ പോകുന്നത് മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് രാജേന്ദ്രൻ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ അറിയുമ്പം ചന്ദ്രയ്ക്കും മകനും വളരെയധികം സന്തോഷമാവും, അവള് പോയല്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷെ അച്ഛൻ ഇങ്ങനെ വിഷമിച്ച് ടെറസിന് മുകളിൽ നിന്ന് അവളെ നോക്കുന്നത് കാണുമ്പോഴേക്കും സച്ചിക്ക് അത് ഒരുപാട് വിഷമമാവുന്നുണ്ട്. അച്ഛന് ഈ സങ്കടമാകുന്നത് അവന് സഹിക്കാനാവുന്നില്ല. അങ്ങനെ അവള് വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും അമ്മ ചോദിക്കാണ്, എന്താ മോളെ ഇത്, ബാഗൊക്കെ ആയിട്ട് എന്തിനാ ഇങ്ങോട്ട് വന്നേ എന്ന് ചോദിക്കാണ്. എന്താ അമ്മ ചോദിക്കുന്നത്, ഞാൻ അമ്മയുടെ മകളല്ലേ, ഇത് എന്റെ അല്ലേ വീട്, പിന്നെ ഇങ്ങോട്ടല്ലാതെ ഞാൻ എങ്ങോട്ടാ വരണ്ടേന്ന് ചോദിക്കുമ്പം നീ വരണം,
പക്ഷെ വിവാഹം കഴിഞ്ഞ് നീ വരേണ്ടത് ബാഗുമായിട്ടൊന്നും അല്ല, നിന്റെ കൂടെ ഭർത്താവിന്റെ കൈയും പിടിച്ച എന്ന് അമ്മ പറയുന്നുണ്ട്. അപ്പോഴേക്കും രേവതി പറയാണ്, ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ലമ്മ എന്ന് പറയുമ്പോൾ അമ്മ ചോദിക്കുന്നു, എന്താ രേവതി നീ പറഞ്ഞത്? ഇങ്ങനെ നീ അങ്ങനൊന്നും ഉണ്ടാവില്ലെന്നോ? നീ പറഞ്ഞ അർത്ഥം എന്താ എന്ന് ആ രേവതിയുടെ അമ്മ ചോദിക്കുകയാണ്. അവിടെ നടന്ന സംഭവങ്ങളെല്ലാം രേവതി അമ്മയോട് പറയാണ്. ഞാൻ കരുതിയത് സച്ചേട്ടൻ എന്നെ ഇഷ്ടായിരിക്കുന്ന, പക്ഷെങ്കില് ഇന്നാ മനസ്സിലായത് സച്ചേട്ടൻ അമ്മയ്ക്ക് അച്ഛന് വേണ്ടിയിട്ടാ എന്നെ സഹായിക്കുന്നത്. ഞാനെങ്ങാണ് ഇറങ്ങിപ്പോയാല് അവരുടെ അച്ഛന് വിഷമാവുന്നു. അച്ഛൻ പറഞ്ഞ വാക്ക് ധിക്കരിക്കാൻ കഴിയാത്തത് കൊണ്ട് പുറകെ വന്ന് എന്നെ വിളിക്കേണ്ടി വരുമെന്ന് കരുതിയിട്ടാ സച്ചിയേട്ടൻ എന്നെ അവിടുന്ന് പറഞ്ഞുവിടാത്തെന്ന് സച്ചിയേട്ടൻ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ യാതൊരു അവകാശമില്ലെന്നും അദ്ദേഹത്തിന്റെ ഒരു കാര്യം ഇടപെടാൻ പാടില്ലെന്നും പറഞ്ഞു. ഒരു ഭാര്യയായിട്ട് പിന്നെ എന്തിനാമേ ഞാൻ ആ വീട്ടിൽ നിൽക്കുന്നത്? എന്റെ ഭർത്താവിന് എന്നെ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ അവിടെ കടിച്ചു തൂങ്ങി തുടരുന്നതില് കാര്യമില്ലല്ലോ എന്ന് രേവതി പറയാണ്. അപ്പോഴേക്കും രേവതിയുടെ അമ്മ പറയുന്നുണ്ട്, മോളെ, നിന്നെ വിവാഹം കഴിക്കാൻ ഉറപ്പിച്ചത് സുധിയായിരുന്നു, സച്ചിയല്ല. സച്ചി ഒരിക്കൽ പോലും നിന്നെ ആ കണ്ണിൽ കണ്ടിട്ടുകൂടിയില്ല. സച്ചി നിനക്ക് മറ്റൊരാൾ മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ സച്ചി നിന്നെ സ്നേഹിച്ചിട്ടുമില്ല. പെട്ടെന്ന് ആക്സിഡന്റ് ആയിട്ടുള്ളവരുണ്ടായൊരു വിവാഹമായിരുന്നില്ലേ ഇത്? നീ എനിക്ക് വേണ്ടിയും അവനവന്റെ അച്ഛന് വേണ്ടിയിട്ടാണ് ഈ വിവാഹത്തിന് സമ്മതിച്ചത് അല്ലേ? നീ എല്ലാം പൊരുത്തപ്പെട്ട് അവനെ സ്നേഹിക്കാൻ തുടങ്ങി. പക്ഷെ അവന് കുറച്ചുകൂടി താമസം വേണ്ടി വന്നേക്കും. കാരണം അവന്റെ ചേട്ടനാണ് അവനെ പറ്റിച്ചു കളഞ്ഞത്. അതുകൊണ്ട് അവൻ അത്രത്തോളം ബുദ്ധിമുട്ട് കാണും. കുറച്ചുകൂടെ സമയമെടുത്താല് സച്ചിക്ക് നിന്നെ സ്നേഹിക്കാൻ പറ്റും. മോൾ അതിനൊക്കെ വെയിറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ രേവതി പറയാണ്, ഇല്ലമ്മേ, എനിക്ക് പറ്റുന്നില്ല, എനിക്കൊരിക്കലും സാധിക്കില്ല. അങ്ങനെ അവിടെ കടിച്ചു കിടക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുമ്പോൾ രേവതിയുടെ അമ്മ പറയാണ്, മോളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, അച്ഛൻ മരിച്ചതിന് ശേഷം ആ മനുഷ്യനില്ലായിരുന്നോ നമ്മളെ എല്ലാത്തിനും സഹായിക്കാൻ? അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ ചോദിക്കുമ്പോൾ രേവതി പറയായിരുന്നു, എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഇപ്പൊ ജീവിക്കുന്ന പോലെ തന്നെ അങ്ങ് ജീവിച്ചു പോയേനെ എന്ന് രേവതി പറയാണ്. അപ്പോഴേക്കും അമ്മ പറയുന്നുണ്ട്, നിന്റെ അച്ഛൻ ജീവിച്ചിരുന്ന കാലത്ത് പോലും ആ ഗജാനതനെ എതിർക്കാൻ നമുക്ക് ആർക്കും സാധിച്ചില്ല. പക്ഷെ വിവാഹത്തോട് കൂടിയിട്ട് അങ്ങനെ വലിയൊരു ശല്യവാ നമ്മളുടെ മുമ്പിൽ ഒഴിഞ്ഞു പോയത്. അത് മാത്രമല്ല, ഇത്രയും കാലമായിട്ടും അദ്ദേഹത്തിന്റെ ആ ഒരു സംരക്ഷണത്തിലായിരുന്നു നമ്മളെല്ലാവരും. 2 പെൺകുട്ടികളെയും കൊണ്ട് എങ്ങോട്ട് പോകണമെന്നറിയാൻ നിന്ന് എനിക്ക് വഴികാട്ടിയായിട്ട് നിന്നത് ആ മനുഷ്യനാ. അദ്ദേഹത്തിനുള്ള നന്ദിയും കടപ്പാടും ഒരിക്കലും മാറില്ല. അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, വേറെ പഠിപ്പും വിദ്യാഭ്യാസവും സ്വത്തുമുള്ള പെൺകുട്ടി അവർക്ക് വിവാഹം കഴിക്കാൻ കിട്ടാഞ്ഞിട്ടാണോ? വലിയ കോടീശ്വര കുടുംബത്തിലെ പെൺമക്കളൊക്കെ അവരുടെ മുമ്പിൽ നിന്ന് ക്യൂ നിന്നേനെ. അത്രയ്ക്കും വിദ്യാഭ്യാസമുള്ള ഒരാളായിരുന്നല്ലോ സുധി. അതെ, അദ്ദേഹത്തെ തന്നെയാണല്ലോ നിനക്ക് വേണ്ടി അദ്ദേഹം കണ്ടുപിടിച്ചത്. പക്ഷെങ്കിൽ അവൻ ചെയ്ത ഫ്രോഡിന് അദ്ദേഹം എന്ത് പിഴച്ചു? അപ്പോൾ തന്നെ അദ്ദേഹം അനിയനെ വിവാഹം കഴിപ്പിക്കാനായിട്ട് ഏൽപ്പിച്ചില്ലേ? അദ്ദേഹം പറഞ്ഞ വാക്ക് പാലിക്കാനല്ലേ നോക്കിയുള്ളൂ. അത്രത്തോളം നന്ദിയുണ്ട് ആ മനുഷ്യനോട് നമുക്ക്. അതുകൊണ്ട് ഒരിക്കലും അദ്ദേഹത്തിനെ വേദനിപ്പിക്കാൻ നീ ഒരുങ്ങരുത് എന്ന് പറയാണ്. ഇപ്പൊ നീ ഇറങ്ങി വന്നപ്പോൾ തന്നെ അദ്ദേഹം വളരെയധികം വേദനിച്ചായിരിക്കും അവിടെ നിൽക്കുക. അതുകൊണ്ട് എന്റെ മോള് അദ്ദേഹത്തിന് വേണ്ടിയിട്ട്, ഈ അമ്മയ്ക്ക് വേണ്ടിയിട്ടല്ല, ആ പാവം അച്ഛന് വേണ്ടിയിട്ട് എല്ലാം ക്ഷമിച്ച് അവിടെ നിൽക്കണമെന്ന് പറയുന്നത് കേൾക്കുമ്പോഴേക്കും രേവതി അവിടെ നിന്ന് പൊട്ടിക്കരയാണ്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എന്റെ മോൾ ഇത്ര നാളും നിന്റെ കാര്യം നോക്കി ആത്മാഭിമാനത്തോടെ തന്നെയാ ജീവിച്ചത്. പക്ഷെ ഇപ്പൊ എന്റെ മോള് ഇവിടെ കുറച്ച് ഒതുങ്ങി മാത്രമേ പറ്റുള്ളൂ, ആ പാവം മനുഷ്യന് വേണ്ടിയിട്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും രേവതി ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ അവിടെ സച്ചിയും അച്ഛന്റെ ബുദ്ധിമുട്ട് കണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ ആണ്. സച്ചിയുടെയും രേവതിയുടെയും വളരെ ക്യൂട്ടായിട്ടുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള റിവ്യൂസ് ഒക്കെ നമ്മുടെ ചാനൽ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ്സാവാതിരിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.